ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കേരള പി സി ടോക്സ്. ഇന്ന് നമുക്ക് എല്ലാവർക്കും പരീക്ഷയുടെ പേടി വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മുടെ പരീക്ഷയുടെ ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറേ പരീക്ഷകൾ നടക്കുന്നുണ്ട്. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. പഠിക്കാൻ സമയം കിട്ടുന്നില്ല. ജോലിക്ക് പോകുന്നുണ്ട്. ജോലിക്ക് പോയിട്ട് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് പരീക്ഷാ പേടി മാറ്റിയിട്ട് സ്മാർട്ടായി പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങാം. ഓക്കെ. പകല് മുഴുവൻ പുസ്തകത്തിന് മുന്നിൽ ഇരുന്നിട്ടും ഒന്നും തലയിൽ കയറുന്നില്ല. പരീക്ഷ അടുക്കും തോറും പഠിച്ചത് മുഴുവൻ മറന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ എല്ലാവർക്കും ഉള്ളത്. അതുപോലെ റിവിഷൻ ചെയ്യാനാണെങ്കിൽ ഒട്ടും സമയം കിട്ടുന്നില്ല. നമ്മുടെ വീട്ടിലുള്ളവരോടും അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിന്റെ മുന്നിലൊക്കെ നമ്മൾ എന്ത് പറയും, നമ്മൾ പഠിക്കുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റഡി ടേബിളിൽ പഠിക്കാനിരിക്കും. പക്ഷെ മണിക്കൂറുകളോളം നമ്മുടെ സ്റ്റഡി ടേബിളിന്റെ മുന്നിലിരുന്ന് നമ്മൾ സമയം ചെലവഴിച്ചിട്ടും റിസൾട്ട് വരുമ്പോൾ മാത്രം നമുക്ക് മാർക്ക് കുറവായിരിക്കും. എന്നാൽ കുറഞ്ഞ മാർക്ക്, അതായത് ആ കുറഞ്ഞ മാർക്ക് കിട്ടുന്ന സമയത്ത് ഉണ്ടാകുന്ന നിരാശ നമ്മൾ ചിലപ്പോൾ പി സി നിർത്തിയിട്ട് പോകാനുള്ള തീരുമാനമൊക്കെ എടുക്കും. ചിലപ്പോൾ നല്ലോണം നെഗറ്റീവ് അടിച്ച് എക്സാമിന് പോയിട്ട് തന്നെ വരുമ്പോൾ തന്നെ നിരാശയുണ്ടാവും. മാർക്ക് വരണം എന്നുണ്ടാവില്ല. എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര നിരാശയായിരിക്കും. ഇത്രയും നെഗറ്റീവ് അടിച്ചപ്പോൾ എനിക്ക് ഒട്ടും മാർക്ക് ഉണ്ടാവില്ല, ഇനി എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ നിർത്തണെന്ന് പറഞ്ഞിട്ടുള്ള കുറെ ഒപ്പീനിയൻ ഒരേ പേർക്ക് ഉണ്ടാവും. ഇനി എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ പഠിച്ചതിനെ എത്തില്ല, സിലബസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല, അങ്ങനെ കുറെ ചിന്തകളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സമയത്തെ നമ്മൾ വിലയിരുത്തണം. നമ്മൾ എത്രത്തോളം, പലപ്പോഴും പലരുടെയും ഉള്ള ഒരു വിചാരമാണ് കൂടുതൽ സമയം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടുമെന്നാണ്. എന്നാൽ സത്യം അതല്ല. ഒരു 2 മണിക്കൂർ പഠിച്ച് നല്ല മാർക്ക് വാങ്ങുന്നവരും 12 മണിക്കൂർ പഠിച്ച് തോറ്റു പോകുന്നവരും തമ്മിലുള്ള ഒരു സീക്രട്ട് ഉണ്ട്. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുകയല്ല, മറിച്ച് സ്മാർട്ട് വർക്കാണ് നമ്മുടെ ഈ പി സിക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കുന്നുണ്ട്? ഒന്ന് കമന്റ് ചെയ്യൂ. എത്ര മണിക്കൂർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ദിവസം. ഇപ്പൊ രാവിലെ തൊട്ട് വൈകിട്ട് രാത്രി വരെ ആണെങ്കിൽ അത് പറഞ്ഞാലും മതി. എന്നിട്ട് നിങ്ങൾക്ക് മാർക്ക് എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നും കൂടി പറയാം. പഠനത്തെ നമ്മൾ മണിക്കൂറുകൾ വെച്ച് അളക്കുന്നത് ആദ്യം നിർത്തുക. നമ്മുടെ നാട്ടിലെ എല്ലാവരുടെയും ഒരു ധാരണയാണ് കൂടുതൽ സമയം പഠിക്കുമ്പോൾ, അതായത് കൂടുതൽ സമയം പഠിക്കുന്നവർ മിടുക്കനാണ്, അതുപോലെ കുറഞ്ഞ സമയം പഠിക്കുന്നത് അവൻ തല്ലിപ്പൊളിയാണെന്നുള്ളൊരു തോട്ട് എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ എത്ര സമയം പഠിച്ചു എന്നതിലല്ല, ആ പഠിക്കാനിരിക്കുന്ന സമയത്ത് എത്ര കാര്യങ്ങൾ തലച്ചോറിൽ കയറ്റി എന്നതിലാണ് നമുക്ക് കാര്യമായിട്ട് ഇരിക്കുന്നത്. പിന്നെ എല്ലാം പഠിക്കാൻ തന്നാൽ ഒന്നും നടക്കില്ല. ഏതൊരു എക്സാമിനും 80% ചോദ്യങ്ങൾ വരുന്നതും അതിൽ 20% പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിന്നാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ഞാൻ എപ്പോഴും പറയും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഭരണഘടന, എക്കണോമിക്സ്, അതുപോലെ ഇപ്പൊ ഫോഴ്സ് എക്സാം ആണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്, മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, ബയോളജി, ഈ ഈ അതുപോലെ കറണ്ട് അഫയേഴ്സ്. ഈ ഒരു ടോപ്പിക് ഒക്കെ പഠിച്ചാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റും. ഇപ്പൊ ആദ്യമായിട്ട് പി എസ് സിയിലോട്ട് വരുന്നവരാണെങ്കിൽ ഞാൻ ഉൾപ്പെടെ ചെയ്യുന്ന ഒരു കാര്യമാണ്, പുസ്തകം ആദ്യം മുതൽ അവസാനം വരെ അതേപോലെ പഠിച്ചു വെക്കും എന്നുള്ളതാണ്. കാരണം നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്. ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിനെന്ത് ചെയ്യണം? കഴിഞ്ഞ 5 വർഷം മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പരിശോധിക്കണം. പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, 2021 മുതൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെന്റുകളൊക്കെ തെറ്റിച്ചും തിരുത്തിയും ഒക്കെ പി എസ് സി ചോദിക്കുന്നുണ്ട്. പിന്നെ പി എസ് സിയുടെ എപ്പോഴും പി എസ് സിക്ക് ഇഷ്ട ചോദ്യങ്ങൾ ഉണ്ടാവും. അതേ ചോദ്യങ്ങൾ നമ്മൾ അതുപോലെ പഠിച്ചു വെച്ചാലും കുഴപ്പമുണ്ടാവില്ല. കാരണം റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പി എസ് സിക്ക് പ്രിയപ്പെട്ട ചില ഭാഗങ്ങളുണ്ട്, അവിടെ നിന്നാണ് കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കുമ്പോൾ ഞാനിപ്പോൾ സ്പീഡിൽ പറഞ്ഞു പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂട്ടണ്ട പറഞ്ഞിട്ടാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ പട്ടിയൊക്കെ കുറയ്ക്കുന്നുണ്ട്, അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ. ഇത് എനിക്ക് കുറെ പേര് കമന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോ പോയിന്റ് ആക്കിയിട്ട് പറഞ്ഞു തരുന്നത്. ഓക്കെ. അപ്പോ 2 മാസം കൊണ്ട് നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലും കുറെ പേര് പറയുന്നുണ്ടായിരുന്നു എങ്ങനെ പഠിക്കേണ്ടതെന്ന് അറിയില്ല, എവിടുന്ന് തുടങ്ങണം എന്നറിയില്ല. ഇനിയും തുടങ്ങാത്ത കുറെ പേരുണ്ടാവും. ഇനിയും പഠിച്ച് തുടങ്ങാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റഡി പ്ലാൻ ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കമ്പനി ബോർഡ് LGS എന്നോ അല്ലെങ്കിൽ ബിവറേജ് LDC സ്റ്റഡി പ്ലാൻ എന്നോ കമന്റ് ആയിട്ട് ചോദിക്കാം. അതല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒരു 10th പ്രിലിംസിന്റെ ബേസ് ചെയ്തിട്ട് ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് തയ്യാറാക്കിയിട്ട് ഓരോ ദിവസത്തെ സ്റ്റഡി പ്ലാൻ എങ്ങനെയൊക്കെയാണ് വേണ്ടത്, ഇത്ര ദിവസം കൊണ്ട് ഇത്ര ടോപ്പിക് പഠിക്കണം എന്നുള്ളതൊക്കെ ഞാനൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാം. വേണമെന്നുള്ളവർ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ഞാൻ കമന്റിനനുസരിച്ചിട്ടിരിക്കും ഞാൻ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുക. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്താൽ മതി. ഓക്കെ.
പിന്നെ നമ്മൾ പഠിക്കണ കാര്യങ്ങള് കമ്പൈൻ സ്റ്റഡീന്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ മുന്നേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കമ്പൈൻ സ്റ്റഡി ചെയ്യണ സമയത്ത് ഒരു 4 പേരെങ്കിലും ഉണ്ടാവണത് നല്ലതായിരിക്കും. 2 പേരാണെങ്കിൽ 2 പേര് കുഴപ്പമില്ല. ആ 2 പേരാണെങ്കിലും ഇപ്പൊ കേസിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് അതില് സ്ട്രീം ഏതാന്ന് എനിക്ക് ഓർമ്മയില്ല. അതിൽ ഒന്നും 4 ആണോ 3 ആണോ എനിക്കറിയില്ല. അങ്ങനെ ഏതൊക്കെയോ ഒരു 2 പേര് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ കമ്പൈൻ സ്റ്റഡി ചെയ്ത് അത്യാവശ്യം ചെയ്തിട്ട് ഞാൻ ആ ഒരു വീഡിയോ കണ്ടു. ഒരു സൈലത്തിന്റെ ഒരു വീഡിയോ ആയിരുന്നു. കേസിന്റെ റിസൾട്ട് വന്നപ്പോൾ അവരുടെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് ഓപ്പോസിറ്റ് 2 പേരുള്ളത്. ഒരാൾ ഓപ്പോസിറ്റുള്ള ആൾക്ക് പഠിക്കാൻ പറ്റാത്ത ടോപ്പിക്ക് ഞാനും എന്റെ മുന്നിൽ ഒരാളുണ്ട് വിചാരിക്കുക. അപ്പൊ എനിക്ക് പഠിക്കാൻ പറ്റാത്ത ടോപ്പിക്ക് എന്റെ ഓപ്പോസിറ്റുള്ള കമ്പൈൻ സ്റ്റഡിക്കുള്ള ആള് എനിക്ക് പറഞ്ഞു തരും. അന്നത്തെ ദിവസം അതായിരിക്കും പഠിക്കുക. അത് മാത്രമല്ല അല്ലാത്തൊന്നും പഠിക്കും. അപ്പൊ ആള് ഫോം വിളിച്ചിട്ട് കോൾ ചെയ്തിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവുക. അപ്പൊ എനിക്ക് അവര് പഠിക്കാത്ത ടോപ്പിക്കായിരിക്കും ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഫോണിൽ ആ ടോപ്പിക്ക് ഷെയർ ചെയ്യും. ഇന്നതാണ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ. അപ്പൊ കമ്പൈൻ സ്റ്റഡിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പൊ ഞാൻ ക്ലാസ്സിൽ പോയ സമയത്ത് കമ്പൈൻ സ്റ്റഡി ചെയ്യുന്നു. അപ്പൊ എനിക്ക് അറിയാത്ത കുറേ ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ബേസ് ലെവൽ തൊട്ടിട്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. നമുക്ക് ഒരാൾ പറഞ്ഞു തരുമ്പോൾ നമ്മൾ ടീച്ചർ ആവുകയാണ്. ടീച്ചർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഉടൻ പുസ്തകം അടച്ചു വയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ മുന്നിൽ കുട്ടികൾ ഇരിക്കുന്നതായി നിങ്ങൾ സങ്കല്പിക്കുക. പഠിച്ച കാര്യങ്ങൾ ചെറുതായി അവർക്ക് എന്ത് ചെയ്യുക, വിവരിച്ചു കൊടുക്കുക. പിന്നെ കമ്പൈൻ സ്റ്റഡിയിലും ചെയ്യുന്നുള്ളൂ. ഒരാൾ വായിക്കും, ബാക്കി എല്ലാവരും കേൾക്കും എന്ന് തന്നെ ഉദ്ദേശിക്കുന്നുള്ളൂ. പോയിന്റ്സ് കിട്ടാതാവുമ്പോൾ, അതായത് ഒന്ന് തപ്പുമൊക്കെ ചെയ്യുന്ന സമയത്ത് ബുക്ക് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം. എന്നിട്ട് ആ ടോപ്പിക്ക് വീണ്ടും ബുക്ക് അടച്ചു വെക്കുക. എന്നിട്ട് ആ ടോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുക. നിങ്ങൾ മറ്റൊരാളെ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ പഠിച്ചത് കൂടുതൽ നമ്മുടെ മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യാനാണ് തലച്ചോറ് കൂടുതലായിട്ട് സ്റ്റോർ ചെയ്യാനാണ് ശ്രമിക്കുക. അപ്പൊ കമ്പൈൻ സ്റ്റഡി ചെയ്യുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. പിന്നെ ചിലവർക്ക് അത് പറ്റില്ല. കാരണം സമയം പോക്കാണ് പറയും. ചിലപ്പോൾ കൂട്ടം കൂടിക്കാനെ ചിലർ വർത്താനം പറഞ്ഞ സമയം കളയും. അങ്ങനെയുള്ളവർക്ക് അത് കുഴപ്പമില്ല. സെൽഫ് സ്റ്റഡി ഓക്കെ. പിന്നെ വേറൊരു കാര്യം എന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടോപ്പിക്ക് പഠിക്കാൻ ഒരു ദിവസം മുഴുവൻ ഉണ്ട്. അതായത് ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കാൻ ഒരു ദിവസം മുഴുവൻ വേണമെന്നുണ്ടെങ്കിൽ അതിനെ വെട്ടിച്ചുരുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ദിവസം കൊണ്ട് തീർക്കില്ല. കാരണം ഫോണിൽ ഇൻസ്റ്റ നോക്കും, റീൽ നോക്കും, യൂട്യൂബ് നോക്കും, എല്ലാം നോക്കും. അപ്പൊ അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചാലഞ്ച് ചെയ്യാൻ ഏറ്റെടുക്കാൻ തയ്യാറാവുക. ചാലഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 50 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ ടൈമർ വെക്കുക. അതിനുള്ളിൽ ആ ടോപ്പിക്ക് ഒന്ന് മനസ്സിലാക്കി എടുക്കും എന്നുള്ളൊരു ഒരു ചാലഞ്ച് വെക്കുക. അല്ലെങ്കിൽ ആ ടോപ്പിക്ക് പഠിക്കാനെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ അതിലൊരു 3 ക്വസ്റ്റ്യൻ പഠിക്കാൻ നിങ്ങൾ 1 മണിക്കൂർ എടുക്കും. അങ്ങനെ വെക്കൂ. ഒരു ചാലഞ്ച് ആയിട്ട് വെക്കൂ. ഇത്ര മണിക്കൂർ കൊണ്ട് ഞാൻ ആ ടോപ്പിക്ക് പഠിക്കും എന്നുള്ളൊരു ചാലഞ്ച് വെച്ചിട്ട് ഫോണൊക്കെ മാറ്റി വെച്ച് വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കണമെങ്കിൽ അങ്ങനെ ഇരിക്കുക. അങ്ങനെ എത്രയും പെട്ടെന്ന് ആ ടോപ്പിക്ക് പഠിച്ച് തീർക്കാൻ പറ്റുമെങ്കിൽ ടൈമറൊക്കെ വെച്ചിട്ട് പഠിച്ചു തീർക്കാം. എൻ്റെ അടുത്തുള്ള ടൈമർ എപ്പോഴും എല്ലാവരും ചോദിക്കും, ഈ കാണുന്ന പിങ്ക് ടൈമർ ചോദിക്കും എന്തിനാ അത് വാങ്ങിച്ചിരിക്കുന്നത്. ടോപ്പിക് ഒക്കെ പഠിക്കുമ്പോൾ സമയം വെച്ചിട്ട് തന്നെ പഠിക്കാറുള്ളത്. അപ്പൊ അതിനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും ഈ ടൈമർ. ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കും കമന്റ് ആയിട്ട് ലിങ്ക് തരുമെന്ന്. എനിക്ക് കമന്റ്സിൽ ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അതിൽ ക്ലിക്ക് ചെയ്താൽ വരത്തില്ല. അതുകൊണ്ടാണ് കൊടുക്കാത്തത്. ഇവിടെ സൈഡിൽ ഞാൻ കൊടുക്കാം. അപ്പൊ അങ്ങനെ സമയം വെച്ച് പഠിക്കുക എന്നുള്ളതാണ് വേറൊരു ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ഇത്രയും വഴികളുണ്ട്. പിന്നെ ജോലിക്ക് പോയിട്ട് പഠിക്കാൻ പറ്റാത്തവരുണ്ട് എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് ചിലവർക്ക് ഉച്ച തൊട്ടിട്ട് വൈകുന്നേരം വരെ ആയിരിക്കും വർക്ക്, ചിലവർക്ക് 10 തൊട്ട് 1:30 വരെ ആയിരിക്കും വർക്ക്. അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. ചിലപ്പോൾ 10 to 5 വരെ വർക്ക് ചെയ്യണവരുണ്ടാവും, അല്ലെങ്കിൽ 9 to 6 വരെ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ നേരത്തെ എണീക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഉറക്കം വേറൊരു വിഷയമാണ്. ഇനി കുറച്ച് കഴിഞ്ഞ് പറയാം, ഇതൊന്ന് പറയട്ടെ. എന്ത് ചെയ്യാം, നിങ്ങൾ രാവിലെ നേരത്തെ എണീച്ച് എന്തായാലും 6 മണിക്കൂർ ഉറങ്ങണം. അതിനുശേഷം എണീച്ച് ഫ്രഷായി ഒരു 1 അവറെങ്കിലും പഠിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ടെങ്കിൽ ആ 1 അവർ നിങ്ങൾ കൃത്യമായിട്ട് ഓരോ ടോപ്പിക്ക് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ്, മാത്സ് ഒക്കെ ചെയ്ത് പഠിക്കുക. അതിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. എന്നിട്ട് പിന്നെ ജോലിക്ക് പോയി വന്നതിന് ശേഷം വീണ്ടും സമയം കിട്ടുമ്പോൾ ആ ഒരു സമയം അനുസരിച്ചിട്ട്, ചിലപ്പോൾ 6 മണിക്ക് ശേഷമായിരിക്കും, ചിലപ്പോൾ ഉച്ചയ്ക്ക് 1:30ക്ക് ശേഷമായിരിക്കും. അതിനനുസരിച്ചിട്ട് ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ടോപ്പിക്കിനും ഇത്ര അവേഴ്സ് വെച്ചിട്ട് ഡെയിലി പഠിച്ചിട്ട് പോവുക. ഓക്കെ. പിന്നെ ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞത്, നിങ്ങൾ ഉറങ്ങുക, 6 മണിക്കൂർ കൃത്യമായിട്ട് ഉറങ്ങുക. ശരീരം നമ്മൾ അതിനനുസരിച്ച് ശ്രദ്ധിക്കണം. പഠിത്തം മാത്രം പോരാ, ഹെൽത്തും ശ്രദ്ധിക്കണം. അതിനനുസരിച്ചിട്ട് ഉറങ്ങുക. അതിനുശേഷം ഇപ്പൊ ഞാൻ ജോലിക്ക് പോണവരുടെ കാര്യമില്ല പറയണത്, അല്ലാത്തവരുടെ കാര്യമാണ്. ഉച്ചയ്ക്ക് ഒരു 10-15 മിനിറ്റ്, ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് ഒരു നാപ്പ് കിട്ടുക. നാപ്പ് എന്ന് പറയുന്നത് ചെറിയൊരു കിടന്നൊന്ന് മയങ്ങുക, എന്നിട്ട് എണീക്കുക. പിന്നെ അതിന് ശേഷമുള്ള പഠനം നിങ്ങൾക്ക് ഭയങ്കര ബൂസ്റ്റിംഗ് ആയിരിക്കും. ആ ഒരു റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നീടുള്ള പഠനം അത് നല്ലോണം മെമ്മറി
ഫോണിൽ സ്റ്റോർ ആക്കാൻ പറ്റും. എനിക്ക് അനുഭവമുണ്ട്. എനിക്ക് എപ്പോഴും വൈകുന്നേരത്ത് പഠിക്കാനായിരിക്കും ഇഷ്ടം. കാരണം കൂടുതൽ എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്നത് വൈകിട്ടുള്ള ആ ഒരു സമയങ്ങളായിരിക്കും. ക്ലൈമറ്റ് ഒക്കെ മാറി വെയിലൊക്കെ ഒന്ന് പോയി ഒന്ന് തണുത്ത് വരുന്ന സമയത്തായിരിക്കും എനിക്ക് പഠിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സമയം. ഓക്കെ. അപ്പോൾ സമയം ഓർത്ത് നിങ്ങൾ സമയം കളയരുത്. ഫോൺ അഡിക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കുക. കൂടുതൽ സമയം എക്സാം ഒക്കെ വരാനായി, കൂടുതൽ സമയം എക്സാമിന് വേണ്ടി നന്നായി ഇരുന്ന് പഠിക്കുക. മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഒക്കെ ആദ്യമേ കവർ ചെയ്ത് പഠിക്കുക. സിലബസ് വെച്ചിട്ട് ഓരോ ടോപ്പിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ച് മുന്നോട്ട് പോയിട്ട് എക്സാം ഒക്കെ നന്നായി എഴുതാം. ഇനി അല്ല ഈ എക്സാമിന് അധികം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വേണ്ട. അത് മാത്രമല്ലല്ലോ ലൈഫ്, മുന്നോട്ടിരിക്കുകയാണ്. വരാൻ ഒരേ എക്സാംസ് ഉണ്ട്. LD ഒക്കെ ഇനി വരാൻ കിടക്കുകയാണ്. വേരിയസ് LGS ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് ഒരു സമയം നമ്മൾ ഈ ഹാർഡ് വർക്ക് ചെയ്യണതിന്റെ റിസൾട്ട് ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് എന്തായാലും കിട്ടും. അത്രയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസം എന്തായാലും നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ സമയം എടുത്ത് പഠിച്ച് വെയിറ്റ് ചെയ്യുക എന്തായാലും. പിന്നെ വേറൊരു കാര്യം, SCRTന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മറക്കരുത്. SCRT ഒക്കെ ചാപ്റ്ററിൽ നമുക്ക് സിലബസിലുള്ള ചാപ്റ്റേഴ്സ് എന്തായാലും നന്നായി പഠിച്ച് ഓരോരോ പോയിന്റ്സും വിട്ടു പോവാതെ SCRT മുഴുവനായി പഠിക്കുക. കഴിഞ്ഞ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ SCRTന്ന് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് നോക്കിയിട്ട് ആ ടോപ്പിക്കൊക്കെ നന്നായി കവർ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ചാനലിൽ എന്നും ലൈവ് ക്ലാസ് SCRTന്റെ ഉണ്ടാവും. ഞായറാഴ്ച ഒഴികെ. ഇപ്പം 2 ദിവസമായിട്ട് എൻ്റെ ഫോൺ കേടായതുകൊണ്ട് ഞാൻ ലൈവ് ക്ലാസ് എടുത്തിട്ടില്ല. അപ്പം തിങ്കളാഴ്ച മുതൽ നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. പിന്നെ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പം നിങ്ങൾ എത്ര മണിക്കൂർ പഠിക്കുന്നുണ്ട്, അതിൽ എത്രത്തോളം നമുക്ക് ഇതിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ സ്റ്റഡി പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. ഏതൊക്കെ എക്സാമിന് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ പേര് വെച്ചിട്ട് സ്റ്റഡി പ്ലാൻ വേണമെന്നുള്ളത് കമന്റ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.